ഹായ് ഹലോ നമസ്കാരം. തേജശ്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലയാളത്തിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ്. നമ്മൾ കുറേയൊക്കെ മലയാളത്തിൻ്റെ മോക്ക് ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്താണ് ഒരു മലയാളത്തിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ സൈക്കോളജി ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ കുറേ നവോത്ഥാനമൊക്കെ നമ്മൾ ചെയ്തു വന്നു. ഇനിയിപ്പോൾ നമുക്ക് മലയാളത്തിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് മോക്ക് ടെസ്റ്റുകളുണ്ട്. അതെന്തായാലും നിങ്ങൾക്ക് സബ്ജക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം, മിക്സഡ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി വളരെ കുറച്ച് സമയമുള്ളൂ. ആ സമയത്ത് മാക്സിമം എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമോ അത്രയും മോക്ക് ടെസ്റ്റുകൾ. നമ്മളിപ്പോൾ മോക്ക് ടെസ്റ്റുകൾ മാത്രം ചെയ്യുന്നതിൻ്റെ ഗുണം നിങ്ങൾക്ക് കണ്ടൻറ്റുകൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളൊരു മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് തരുന്നത്. അത് ഒരുപാട് പേര് മോക്ക് ടെസ്റ്റുകൾ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ അത് കണ്ടിന്യൂ ചെയ്ത് പരീക്ഷ വരെ കൊണ്ടുവരുന്നത് മോക്ക് ടെസ്റ്റുകളായിട്ട്. കാരണം ക്ലാസ്സുകൾ നിങ്ങൾക്ക് ചിലപ്പോൾ പഠിച്ച ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ മോക്ക് ടെസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാമല്ലോ. പഠിച്ച കാര്യങ്ങളാണെങ്കിലും എന്താണ് വർക്കൗട്ട് ചെയ്യാമല്ലോ, എത്രത്തോളം നിങ്ങൾക്ക് അത് പഠിച്ച ഭാഗങ്ങൾ എത്തിപ്പെട്ടു എന്നൊക്കെ അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ മോക്ക് ടെസ്റ്റുകൾക്ക് കൂടുതൽ പ്രാധാന്യം. അത് ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ മോക്ക് ടെസ്റ്റുകൾ മാത്രം ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് അറിയാം വളരെ കുറച്ച് സമയമുള്ളൂ. ആ ഉള്ള സമയം നമ്മളിപ്പോൾ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എത്തിക്കാം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. എന്തായാലും നല്ല രീതിയിൽ പഠിക്കാം, നല്ല രീതിയിൽ പരീക്ഷ എഴുതാം. ഇവിടെ നമ്മൾ മലയാളത്തിൻ്റെ മോക്ക് ടെസ്റ്റിനകത്ത് 10 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 1 മുതൽ 10 വരെ നമ്പർ ഇട്ട് വെച്ചോളൂ. എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് നമ്മുടെ മലയാളം മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം. നോക്കുക, കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? തൂലികാനാമം വി അയ്യപ്പൻ, വി അയ്യപ്പൻ, ഗോവിന്ദ പിഷാരടി, ജോർജ് വർഗീസ്. വി അയ്യപ്പൻ, വി അയ്യപ്പൻ, ഗോവിന്ദ പിഷാരടി, ജോർജ് വർഗീസ്. ഓക്കെ, കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ എഴുതിയോ? അടുത്ത 2 നോക്കൂ. നന്മ എന്ന പദം പിരിച്ചാൽ എങ്ങനെയാണ് എഴുതുക? നൽ പ്ലസ് മായാണോ, നൻ പ്ലസ് മായാണോ, നൻ പ്ലസ് മായാണോ, ന പ്ലസ് മായാണോ? മാ അല്ലേ, എന്നും ഞായും മായും കൂടെ ചേർത്ത് മാ ആണോ, ഏതാണ് വരിക എന്നുള്ളത് നോക്കിയിട്ട് എഴുതുക. ഓപ്ഷൻ എ ബി സി ഡി ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് എഴുതുക. ഇതൊക്കെ മുൻകാലങ്ങളിൽ ഒരുപാട് തവണ ചോദിച്ചൊരു ചോദ്യം കൂടിയാണ് കേട്ടോ. കാരണം ഈ നന്മയൊക്കെ നിങ്ങൾ തെറ്റിക്കരുത്. ഓക്കെ, മുൻകാല ചോദ്യമൊക്കെ പഠിച്ചവർക്ക് അറിയാം. അടുത്ത 3, ഗ്രഹിക്കാൻ പ്രയാസമായത് എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ഓക്കെ, ഒറ്റപ്പദം ഗ്രഹിക്കാൻ പ്രയാസമായത്, ഗ്രഹിക്കാൻ പ്രയാസമായത് എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? സുഗ്രാഹ്യം, ദുർഗ്രഹം, ദുർഗതി, ദുർഗൃഹം. ഇവയിലേതാണ് ഗ്രഹിക്കാൻ പ്രയാസമായത്? ഗ്രഹിക്കാൻ പ്രയാസമായത് എന്നതിൻ്റെ ഒറ്റപ്പദം. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുന്ന പോലെ മലയാളത്തിൽ ഒറ്റപ്പദം നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഓക്കെ, അതിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ചോദ്യമാണ്. അടുത്ത 4 നോക്കൂ. അത്യാവശ്യം വലിപ്പമുള്ളൊരു ചോദ്യമാണ്. ചോദ്യം കണ്ട് പേടിക്കേണ്ട, വായിച്ചു തരാം. ഇത്രയേ ഉള്ളൂ. ലോകത്തെ മുഴുവൻ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് 80 കൊല്ലം നീണ്ടു നിന്ന ആ ജീവിതം സമാപിച്ചു. ഇതൊരു വാക്കാണ്. ഓക്കെ, എന്താണ് ഒരു വാക്യമാണ്. എന്താണ്? ലോകത്തെ മുഴുവൻ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് 80 കൊല്ലം നീണ്ടു നിന്ന ആ ജീവിതം സമാപിച്ചു. ഓക്കെ, ഈ വാക്യം ശരിയായി തിരുത്തി എഴുതുമ്പോൾ എങ്ങനെ എഴുതുമെന്നുള്ളതാണ് ചോദ്യം. നോക്കുക, 1, 2, 3, 4 രീതിയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇത് നല്ല സെലക്ട് ചെയ്യേണ്ടത്. അതിൽ താഴെ നമുക്ക് എ ബി സി ഡി എന്ന് പറഞ്ഞ 4 ഓപ്ഷനുകളുണ്ട്. അപ്പോൾ ഇവയിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലോകത്തെ മുഴുവൻ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് 80 കൊല്ലം നീണ്ടു നിന്ന ആ ജീവിതം സമാപിച്ചു. ഈ വാക്യം ശരിയായി തിരുത്തി എഴുതുന്ന സമയത്ത് നോക്കൂ, ഒന്നാമത്തെ എന്താണ്? 80 കൊല്ലം നീണ്ടു നിന്ന ആ ജീവിതം ലോകത്തെ മുഴുവൻ കണ്ണീരിൽ ആഴ്ത്തിക്കൊണ്ട് സമാപിച്ചു. മുഴുവൻ ലോകത്തെയും 80 കൊല്ലം കണ്ണീരിലാഴ്ത്തി നീണ്ടു നിന്ന ആ ജീവിതം സമാപിച്ചു. ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് 80 കൊല്ലം നീണ്ടു നിന്ന ആ ജീവിതം സമാപിച്ചു. 80 കൊല്ലം ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ആ ജീവിതം സമാപിച്ചു. ഓക്കെ, ചിലതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ചിരി വരും അല്ലേ. ഓക്കെ, അപ്പോൾ 4 എണ്ണം പറഞ്ഞല്ലോ. 4 കാര്യം, 4 രീതിയിൽ ആ വാക്യം എഴുതിയത് നമ്മളിവിടെ പറഞ്ഞു. ഇനി മേൽപ്പറഞ്ഞ വാക്യങ്ങളിൽ തെറ്റില്ലാത്ത വാക്യങ്ങൾ ഏതെല്ലാം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരെണ്ണമല്ല, കുറേ എണ്ണം ഉണ്ടാവുമായിരിക്കും, അറിയില്ല. നോക്കുക, ഇവിടെ ഓപ്ഷൻ എ പറയുന്നുണ്ട് 1, 3 എന്നിവ. ഓപ്ഷൻ ബി 2 മാത്രം എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ സി 2, 4 എന്നിവ എന്ന് പറയുന്നുണ്ട്. ഓപ്ഷൻ ഡി 4 മാത്രം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് തെറ്റില്ലാത്ത വാക്യങ്ങൾ
ഇതിനെ ഈ 4 രീതിയിൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിൽ നിന്നും ശരിയായിട്ടുള്ള വാക്യങ്ങൾ അല്ലേ, തെറ്റില്ലാത്തത്, അതായത് ശരിയായ വാക്യങ്ങൾ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. സമയമുള്ളവർ എന്ത് ചെയ്യുക, ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട്, ഒരുപാട് സമയം എടുക്കരുത്, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ളൊരു സമയം എടുക്കുക. കാരണം ഞാൻ വായിച്ചു തന്നപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് കിട്ടിയിട്ടുണ്ടാവുന്നല്ല, ഒരുപാട് വലിയ സെൻറ്റൻസ് ഇതായതുകൊണ്ട് കുറേ 4 എണ്ണവും നമ്മൾ വായിച്ചുകൊണ്ട് കൺഫ്യൂഷൻ ആവാതെ ഒന്ന് മനസ്സിരുത്തി വായിക്കുക. പോസ് ചെയ്തിട്ട് ഒരു 2 സെക്കൻഡ് ഞാനങ്ങനെ പോസായി നിൽക്കാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ടുണ്ടാകുന്ന വിശ്വസിക്കും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5, ശരിയായ പദം എടുത്തെഴുതുക. ശരിയായ പദം എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതില്ലേ ഒരുപാട് മുൻകാലങ്ങളിലൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം കേട്ടോ ഈ ഒരു ചോദ്യം. കവയിത്രി, കവയത്രി, കവിയത്രി, കവിയത്രി എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് കറക്റ്റായിട്ട് അത് എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ കവി എന്ന് പറയും, പക്ഷേ ഇതെങ്ങനെ പറയും? കവയിത്രി അല്ലെങ്കിൽ കവിയത്രി, കവിത്രി, കവിത്രി എങ്ങനെയാണ് പറയുക എന്നുള്ളത് നോക്കിയിട്ട് എഴുതുക. ഇതൊക്കെ സിമ്പിളാണ്, ഒരുപാട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, എന്നാലും തെറ്റിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ചോദ്യം ഉൾപ്പെടുത്തിയത്. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. സ്ത്രീലിംഗ ശബ്ദം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 4 ഓപ്ഷനിൽ നിന്നും സ്ത്രീലിംഗ ശബ്ദം ഏത് എന്നുള്ളതാണ്. പിഷാരടി എന്ന് പറയുന്നുണ്ട്, മഹതി എന്ന് പറയുന്നുണ്ട്, ഭവാൻ എന്ന് പറയുന്നുണ്ട്, ഹസ്തി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, 2 എണ്ണം നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാകും, എനിക്കറിയാം. എങ്കിലും നിങ്ങൾ നോക്കുക, സ്ത്രീലിംഗ ശബ്ദം ഏതാണെന്നുള്ളത് നോക്കിയിട്ട് എഴുതുക. പിഷാരടി, മഹതി, ഭവാൻ, ഹസ്തി ഏതാണെന്ന് നോക്കി എഴുതിക്കോളൂ. അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7, പിരിച്ചെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒരെണ്ണം നമ്മൾ ചെയ്തു പിരിച്ചെഴുതുന്നത്, അതേപോലെ തന്നെ മറ്റൊരെണ്ണം പിരിച്ചെഴുതുക എന്നുള്ളത്. കണ്ണീർ പാടം എന്ന് പറയുന്നത്. ഓക്കെ, കണ്ണീർ പാടത്തെ പിരിച്ചെഴുതുന്ന സമയത്ത് കണ്ണീർ പ്ലസ് പാടം, കൺ പ്ലസ് പാടം, കണ്ണീർ പ്ലസ് പാടം, കൺ പ്ലസ് പാടം. ഓക്കെ, എങ്ങനെയാണ് വരിക? കണ്ണീർ പാടത്തെ പിരിച്ചെഴുതുന്നത് എന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യാം, എഴുതുക. ഓക്കെ, ഇനി അടുത്തത് 8ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ, കുന്ദൻ ഏത് നോവലിലെ കഥാപാത്രമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുന്ദൻ ഏത് നോവലിലെ കഥാപാത്രമാണ്? മരണ സർട്ടിഫിക്കറ്റ്, ആൾക്കൂട്ടം, മരുഭൂമികൾ ഉണ്ടാകുന്നത്, അഭയാർത്ഥികൾ. ഏതൊക്കെയാണ്? മരണ സർട്ടിഫിക്കറ്റ്, ആൾക്കൂട്ടം, മരുഭൂമികൾ ഉണ്ടാകുന്നത്, അഭയാർത്ഥികൾ. ഇവയിൽ ഏതാണ് എന്നുള്ളത് കുന്ദൻ എന്ന് പറയുന്ന ഈ കുന്ദൻ ഏത് നോവലിലെ കഥാപാത്രമാണ് എന്നുള്ളതാണ്. അടുത്ത 9, താഴെ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങളിൽ രോധിനി ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. താഴെ കൊടുത്തിട്ടുള്ള ചിഹ്നങ്ങളിൽ രോധിനി ഏതാണെന്നാണ് ഓപ്ഷൻ A, B, C, D എന്ന് പറയുന്നത്. ഈ ബ്രാക്കറ്റിനകത്ത് ആ ചിഹ്നം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിനകത്ത് നിന്ന് രോധിനി സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങളിൽ നിന്ന് രോധിനി സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതാണ് രോധിനി എന്നുള്ളത് സെലക്ട് ചെയ്തോളാം. ഓക്കെ അല്ലേ? 9. അടുത്തത് നമ്മൾ 10ലേക്ക് പോകാം. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ശരിയായ പദം ഏതാണെന്നാണ്. നിഘണ്ടു എന്ന് പറയുന്ന വാക്ക് നമ്മൾ എങ്ങനെയാണ് കറക്റ്റായിട്ട് എഴുതുക എന്നുള്ളതാണ്. ഇത് ഞാൻ മുൻപ് ഏതൊരു മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. എങ്കിലും ഞാനത് ഈ ഇതിനകത്ത് വന്നു. ഓക്കെ, കുഴപ്പമില്ല. ശരിയായ പദം നോക്കുക. നിഘണ്ടു എന്നുള്ളത് എങ്ങനെയാണ് കറക്റ്റായിട്ട് എഴുതുക എന്നുള്ളത് നോക്കുക. ഓക്കെ, ഉൾപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലയെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നതുകൊണ്ട്, ഇതിനല്ല ഒരുപാട് സ്ലൈഡുകൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതുകൊണ്ട് ചിലപ്പോൾ റിപ്പീറ്റ് വന്നതാവാം. എനിക്ക് ഓർമ്മയില്ല ഈ സ്ലൈഡിൽ തന്നെയാണോ എന്ന്. എങ്കിലും നിങ്ങൾ എഴുതിക്കോളൂ 10ാമത്തെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു മാർക്ക് എക്സ്ട്രാ എന്നുള്ളതിൽ 10 മാർക്ക് കറക്റ്റായിട്ട് കിട്ടുമല്ലോ. ഓക്കെ, 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ നേരെ ആൻസർ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. കൃത്യമായിട്ട് നോക്കുക, കറക്റ്റായിട്ടുള്ള മാർക്ക് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് കമൻറ്റ് ചെയ്യാൻ ഒരുപാട് പേര് മടിക്കുന്നുണ്ട്. മാർക്ക് കുറവാണെന്ന് വിചാരിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട, നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരനാണ് വി അയ്യപ്പൻ. ഓക്കെ, വി അയ്യപ്പൻ അല്ല, വി അയ്യപ്പൻ. ഓപ്ഷൻ A ആണ് ഇവിടെ ശരി. കോവിലൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് വി അയ്യപ്പനാണ്. അടുത്തത് നന്മ എന്ന പദം പിരിച്ചാൽ, ഓക്കെ, ഏറ്റവും കൂടുതൽ പേര് ഓപ്ഷൻ A കൊണ്ട് കുത്തിയിട്ടുണ്ടാവും അല്ലേ? ആണോ? അതോ ഓപ്ഷൻ B ആണോ കുത്തിയത്? നൽ പ്ലസ് മായുണ്ട്, നൻ പ്ലസ് മായുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നന്മ എന്ന് പറയുമ്പോൾ നൻ പ്ലസ് മാ എന്ന് കുത്തിയവരുണ്ടാവും. പക്ഷേ നോക്കുക, നൽ പ്ലസ് മാ, അത് ഞാൻ ഈ വട്ടമിട്ട് കാണിച്ചത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതാണ് കറക്റ്റ്. നന്മ എന്നുള്ളത് പിരിച്ചെഴുതുന്ന സമയത്ത് നൽ പ്ലസ് മായാണ്. എല്ലാണ് ഓപ്ഷൻ A തന്നെയാണ് ശരി. ഓക്കെ, നിങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് പോകരുത്, ഇതല്ല. ഓക്കെ, നൻ പ്ലസ് മാ എന്നല്ല, നൽ പ്ലസ് മാ എന്നാണ് നന്മ എന്ന് നമ്മൾ എഴുതുന്ന സമയത്ത്. ഓപ്ഷൻ A ആണ് ഇവിടെ ശരി ഉത്തരം. ഓപ്ഷൻ A. ഓക്കെ അല്ലേ? 2ാമത്തെ ഉത്തരം ഓപ്ഷൻ A. അടുത്ത 3, ഗ്രഹിക്കാൻ പ്രയാസമായത് എന്നതിൻ്റെ ഒറ്റപ്പദം. ഗ്രഹിക്കാൻ പ്രയാസമായത് എന്താണ്? ദുർഗ്രഹം അല്ലേ? ദുർഗ്രഹം. ഗ്രഹിക്കാൻ പ്രയാസമായത് ദുർഗ്രഹം എന്നാണ് പറയുക. ഓപ്ഷൻ B. അടുത്ത 4 നോക്കൂ. ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് 80 കൊല്ലം നീണ്ടു നിന്ന ആ ജീവിതം സമാപിച്ചു. ഈ വാക്യം ശരിയായ രീതിയിൽ തിരുത്തി എഴുതുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് നോക്കുക. ഇവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ 80 കൊല്ലം നീണ്ടു നിന്ന ആ ജീവിതം ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടു സമാപിച്ചു അല്ലേ? ശരിയല്ലേ? ആ ഒരു വാക്ക് ശരിയാണ് അല്ലേ? കൊണ്ടു അല്ലെങ്കിൽ കൊണ്ട് എന്നുള്ള അർത്ഥത്തിൽ കൊണ്ട് എന്നാണ്. ഓക്കെ, അപ്പോൾ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് സമാപിച്ചു അങ്ങനെ പറയാം. ഓക്കെ, അത് ശരിയാണ്. കൊണ്ടു എന്നല്ല, അത് കൊണ്ട് എന്നാണ്. ഓക്കെ, ഇനി അല്ലെങ്കിൽ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് സമാപിച്ചു അങ്ങനെയും പറയാം കേട്ടോ. ഇനി
മുഴുവൻ ലോകത്തെയും 80 കൊല്ലം കണ്ണീരിലാഴ്ത്തി നീണ്ടു നിന്ന് ആ ജീവിതം സമാപിച്ചു. ശരിയാണോ? അല്ല അല്ലേ? വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഓക്കെ, അടുത്ത് നോക്കൂ. ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് 80 കൊല്ലം നീണ്ടു നിന്ന് ആ ജീവിതം സമാപിച്ചു. അല്ലേ? ശരിയായിട്ടുള്ള കാര്യമാണ്. നമുക്കത് കറക്റ്റായിട്ട് വായിക്കാം. നോക്കൂ, 80 കൊല്ലം ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി. 80 കൊല്ലം കണ്ണീരിലാഴ്ത്തി എന്നാണോ? അല്ല അല്ലേ? അപ്പോൾ എന്താണ് അത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ശരിയല്ല. നമുക്ക് 1ഉം 2ഉം അല്ല 1ഉം 3ഉം നമുക്ക് ശരിയായിട്ട് പറയാൻ സാധിക്കും. അപ്പോൾ എന്താണ് തെറ്റില്ലാത്ത വാക്യങ്ങളാണ് 1ഉം 3ഉം. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് ശരിയായ പദം എടുത്തെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, നിങ്ങൾ തെറ്റ് പഠിക്കേണ്ട. കാരണം ഇവിടെ കവയിത്രി ഇത് തന്നെയാണ് ശരി. ഇത് ഇങ്ങനെയൊന്നും എഴുതില്ല, അതിന് തെറ്റാണ്. അങ്ങനെ തന്നെ പഠിക്കുമാർ അതിലേക്ക് ശ്രദ്ധ പോകണ്ട. കവയിത്രി എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി. കവയിത്രി, കവയിത്രി. കവി എന്ന് പറയുമ്പോൾ നമ്മൾ കവി എന്ന് പറയും. പിന്നെ ഓപ്പോസിറ്റ് കവിയത്രി എന്ന് നമ്മൾ പറയരുത്. കവയിത്രി എന്ന് പറഞ്ഞപ്പോൾ കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തതിൽ കവി എന്ന് ഉപയോഗിക്കില്ല എന്ന് മനസ്സിലാക്കിയാൽ മതി അല്ലേ? കവി എന്നിവിടെ ഉപയോഗിച്ചാൽ അവിടെ കവി ഓപ്പോസിറ്റിൽ എന്താണ്? കവി എന്ന് ഉപയോഗിക്കില്ല, കവയിത്രി. അപ്പോൾ കിട്ടിയില്ല. അപ്പോൾ വി എന്നല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്ക് വാന്ന് കിട്ടും. അപ്പോൾ എന്താ ആ വള്ളി നമ്മൾ യായിക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കവയിത്രി. ഓക്കെ, അത് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് പഠിക്കാം. ഓക്കെ അല്ലേ? ഓപ്ഷൻ എ ആണ് ഇവിടെ ശരി. അടുത്ത 6 സ്ത്രീലിംഗ ശബ്ദം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, പിഷാരടി, മഹതി, ഭവാൻ, ഹസ്തി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, എളുപ്പം കിട്ടും. മഹതി ഓപ്ഷൻ ബി, 6ാമത്തതിൻ്റെ ഉത്തരം. അടുത്ത് നോക്കൂ, പിരിച്ചെഴുതുക. കണ്ണീർ പാടം അല്ലേ? കണ്ണീർ പ്ലസ് പാടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പാടം എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഇത് എഴുതിയവരുണ്ടാവും. അല്ല അല്ലേ? കാരണം എന്താ വെച്ചാണ് ഇതിൻ്റെ കറക്റ്റായിട്ട് ഉത്തരം കണ്ണീർ പ്ലസ് പാടമാണ്. കണ്ണീർ പാടം ചേർത്തുന്ന സമയത്താണ് പാ ഇരട്ടിക്കുന്നത്. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ കണ്ണീർ പ്ലസ് പാടം അത് ചേർന്ന് എഴുതുമ്പോൾ പാ അവിടെ ഇരട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കണ്ണീർ പാടം എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി ആണ് 7ാമത്തതിൻ്റെ ഉത്തരം സി. 8 കുന്തൻ എന്ന് പറയുന്ന ഏത് നോവലിലെ കഥാപാത്രമാണ്? മരുഭൂമികൾ ഉണ്ടാകുന്നത്. ഓക്കെ, മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്നതിൽ കുന്തൻ എന്നത് മരുഭൂമികൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന നോവലിലെ കഥാപാത്രമാണ്. പിന്നീട് താഴെ കൊടുത്തിരിക്കുന്ന ചിഹ്നങ്ങളിൽ രോധിനിയിലെ രോധിനി എന്ന് പറയുന്നത് എന്താണ്? ചോദ്യചിഹ്നം. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ചോദ്യചിഹ്നം രോധിനി എന്ന് പറയുന്നു. നിങ്ങളൊക്കെ പഠിക്കാൻ പറഞ്ഞിട്ടില്ലേ? ചിഹ്നങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ശരിയായ പദം കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് നിഘണ്ടു എന്ന് എഴുതുക? നോക്കൂ, ഇതാണോ? ഇതല്ല, ഇത് തെറ്റാണ്. ഇത് തെറ്റാണ്. ഇത് തെറ്റാണ്. ഓപ്ഷൻ എ തന്നെയാണ് ശരി. നിഘണ്ടു. കണ്ടോ? നിഘണ്ടു. 10ാമത്തതിൻ്റെ ഉത്തരം നിഘണ്ടു. ക്ലിയർ ആയോ? മനസ്സിലായോ? ഓക്കെ, അപ്പോൾ 10 ചോദ്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെയാണ് ഏതാണെന്നൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളുടെ മാർക്ക് എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു മോക്ക് ടെസ്റ്റ് നമുക്ക് ഇനി ഇത് ഇത്തരത്തിലുള്ള മലയാളം അല്ലാതെ വേറെ കുറേ മോക്ക് ടെസ്റ്റാണ്, സൈക്കോളജിയൊക്കെ നമുക്ക് കൂടുതൽ ചെയ്യാം ഈ ഒരു സമയം കൊണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പുതിയ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു മോക്ക് ടെസ്റ്റായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.